ഇപ്പം നിൽക്കുന്നത് കൊല്ലത്തെ ഇടിയക്കടവ് പാലത്തിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലം. ഇടിയക്കടവ് പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺറോത്തുരുത്ത് എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിസരമായിട്ടൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലം ഇതല്ല. ഈ മൺറോത്തുരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ രാവിലെ വന്നേക്കുമോ. രാവിലെ ഇപ്പോൾ സമയം 7:30 അപ്പം എന്തെങ്കിലും നമ്മുടെ പരിപാടി അറിയാമല്ലോ, രാവിലെ എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങുക, എന്തെങ്കിലും മീനുണ്ടെങ്കിൽ മേടിക്കുക, പോവുക, അതാ പരിപാടി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ആകാശത്തോട്ട് നോക്കുന്ന കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. കല്ലടയാറിലോട്ട് നോക്കുമ്പോഴത്തേക്കും ആകാശം അതേ കണക്ക് റിഫ്ലക്ഷൻ ആവുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതാ ഒരു കടത്ത് വെള്ളം തുഴഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടോന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരേൽ മീനൊന്നും കാണത്തില്ല. ഇവർ മീൻ കച്ചവടവും മീൻ പിടിക്കുന്ന ആൾക്കാരും അല്ലെന്ന് തോന്നുന്നു. ഇത് നോർമലായിട്ടുള്ള കടത്ത് വെള്ളമാണ്. മീൻ എവിടെയും കാണുമോ? മീൻ പെരുമൻ്റെ അടുത്ത് പോയെങ്കിലും ഉള്ള ആ തൊട്ട് താഴെ ഉണ്ടാ. ഒരു പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള അല്ലേ ഇത്? കുറേ വർഷം പഴക്കമുള്ളതല്ലേ ഇത്? ഇപ്പോഴിവിടെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ? ഡേറ്റ് ഉണ്ടോ? 1950? എവിടെ എഴുതിയിരിക്കുന്നത്? 1950 അവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ട്. മാത്യൂസ് വില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒക്ടോബർ 27. ഇതിൽ കൂടെ നോക്കുമ്പോൾ കാണാത്ത, നേരിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരനാണോ? അതാ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചു തന്നപ്പോഴാണല്ലോ കണ്ടത്. അതാ, സ്നേഹം ദൈവം തന്നെയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാം. പറഞ്ഞിട്ട് കാര്യം ഉണ്ടായി. ഇപ്പോഴല്ലേ കാണുന്നത്, ഞാൻ കാണിച്ചു തന്നപ്പോൾ. താഴെ എന്താ, അതും വർഷങ്ങൾക്ക് മുമ്പുള്ള കടകളൊക്കെ അല്ലേ? ഇപ്പൊ തുറക്കുന്നില്ലേ അത്? ഇല്ലല്ലേ. പലകാക്കട ഇതാ കണ്ടില്ലേ, പലക വെച്ച് അടയ്ക്കുന്ന കടകൾ. ഈ നിൽക്കുന്ന ചേട്ടൻ ഇവിടുത്തെ പഴയ ആളാന്നാ പറയുന്നത്. പേരെന്താ? മുരളി. അതാണ്ടേ ഇവിടുത്തെ സ്ഥിരം ആളല്ലേ. പേരെന്തായിരുന്നു? പേര് തോമസ്. ഈ തോമസ് എന്ന് പറഞ്ഞ ചേട്ടനാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടത് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് പല കാര്യങ്ങളും കണ്ടത്. എന്നും പറഞ്ഞ് മൂളി കേട്ടില്ലേ. അപ്പം രാവിലെ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാനും കൂടെ ഇറങ്ങിയതാ. അപ്പം എന്തായാലും ഈ പരിസരത്തൊന്നും ഇനിയിപ്പോൾ കാണത്തില്ലല്ലോ അല്ലേ? സമയം കുറച്ച് താമസിച്ചു പോയി. ഇപ്പം സമയം എവിടെ? അല്ല, ചന്തയെന്നല്ല, നമുക്ക് വള്ളക്കാരെ നേരിട്ട് മേടിക്കുന്നേ. പെരുമൺ പോണോ? പെരുമണൊക്കെ പോയതാ ആണല്ലേ? ഇവിടെ നേരത്തെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ വന്നാൽ മീൻ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടാ. അപ്പം ഫോൺ നമ്പർ എങ്ങനെ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകണം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പരിസരത്തൊക്കെ ഒന്ന് നോക്കാം, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോന്നേ നോക്കിയിട്ട് പോവാം. നമ്മൾ ഈ വഴി കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഈ കല്ലടയാറിൻ്റെ സൈഡിലായിട്ട് ഒരു വള്ളത്തിൽ വല ഇട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം. അവിടെ വല അഴിച്ചോണ്ടിരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നല്ല കിടിലം വിഷ്വൽസ് എടുക്കാം കേട്ടോ. നോക്കിയതാ, നല്ല ക്യാമറയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പൊളി വിഷ്വൽസ് എടുത്തിട്ട് പോവാന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നൊരു വള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വള്ളത്തിനകത്ത് എന്തെങ്കിലും മീനുണ്ടോ എന്ന് നോക്കണോ, അതോ ഈ വള്ളത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണോ? എന്തോ ചെയ്യണം? കൺഫ്യൂഷനായല്ലോ. നമുക്കെന്തായാലും ഇപ്പോഴേ ചോദിക്കാം. കാര്യം പുള്ളിക്ക് ചിലപ്പോൾ ഇങ്ങനെ കറങ്ങിയൊക്കെ വളച്ചൊക്കെ വരണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. ചേട്ടോ എന്തായാലും ഉണ്ടോ മീൻ? വളച്ചെടുക്കുക, ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കേ ഈ മീനിൻ്റെ വില വല്ലാതെ കൂടാൻ ചാൻസ് ഉണ്ട്. കാര്യം അവർ വിചാരിക്കുന്നത് വമ്പൻ വിലയ്ക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ്. പക്ഷെ നമുക്കല്ലേ അറിയാവൂ. മീനെല്ലാം കൊഞ്ചുണ്ടോ നോക്കട്ടെ. ഒരുപാട് വലിയ വിലയാണെങ്കിൽ 400 രൂപയ്ക്കുള്ള കൊഞ്ചോ? ഒന്ന് നോക്കട്ടെ. കൊഞ്ചുണ്ട്. ചെമ്പല്ലി ഉണ്ടായിരുന്നോ? എപ്പം വരണം ചെമ്പല്ലി വേണമെങ്കിൽ? ഭാഗ്യത്തിന് കിട്ടിയതല്ലേ.
ആ കൊഞ്ച് നല്ല അടിപൊളി കൊഞ്ചാണല്ലോ. അയാളെ കൊല്ലാതെ ജീവനോട് എടുത്ത് ഐസിലേ വെക്കത്തേ ഉള്ളൂ. അപ്പം 400 ചോദിച്ചെങ്കിലും 50 രൂപ കുറച്ചോ. 50 രൂപ കുറച്ചോ. അപ്പം എല്ലാം കൂടെ എത്രയാ? 350. ഓക്കെ. വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ? എല്ലാം കൊടുത്തു കഴിഞ്ഞാ? ചെമ്പല്ലി മീനും ഉണ്ടായിരുന്നല്ലേ? ശരി ഇതാ വരും. ഐസൂടെ തന്നേക്കേ. ഐസും കൂടെ കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് അവിടെ പോകുമ്പോഴത്തേക്കും ചീത്താതിരിക്കുമല്ലോ. വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ഐസാണ് കേട്ടാ. അല്ലാതെ മറ്റേ ഫാക്ടറി ഐസ് അല്ല. അല്ലാതെ നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അല്ലെങ്കിൽ നീണ്ടാരെ പോണ്ടി വരും. ഒരെണ്ണം മെത്തക്കൊഞ്ചുണ്ട് കേട്ടാ. മെത്തക്കൊഞ്ചോ? ഒരെണ്ണം. മെത്തക്കൊഞ്ചെന്ന് പറയുമ്പോൾ എന്തോ മനസ്സിലായില്ല. തോടിന്റെ കട്ടി കുറഞ്ഞത്. ഓ ആ വലിയ കൊഞ്ചതാണോ മെത്തക്കൊഞ്ച്? അല്ലല്ല, മെത്തക്കൊഞ്ചിനൊന്ന് കാണിച്ചു തരാമോ? ഞണ്ട് മെത്തയുണ്ടെന്നൊക്കെ പറയുന്നില്ല. ഇത് തൊലി നൈസാണ്. തൊലി നൈസാ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് തൊലി. ഇതാണ് കട്ടിയുള്ള കൊഞ്ച്. കട്ടിയുള്ള കൊഞ്ച് എന്തോ അതിനെന്തോ പറയുന്നത് വർഗ്ഗം? അല്ല, ഞാൻ പറയുന്നത് അല്ല കട്ടിക്കൊഞ്ച്. കട്ടിക്കൊഞ്ചാ? മറ്റേ മെത്തക്കൊഞ്ച്. മെത്തക്കൊഞ്ചും കട്ടിക്കൊഞ്ചും. ഇത് തോട് കട്ടിയായണ്ട. ഇയാള് വല കയറിയ അനങ്ങത്തില്ലല്ലേ? ഇയാള് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇയാള് പാഞ്ഞോണ്ട് പോകും. എന്തോ കടൽ മീനുമായിട്ട് വരുന്നവരാണ് ഹോണടിച്ച് പോകുന്നത്. അങ്ങനെ നല്ല ഫ്രഷ് കൊഞ്ച് 350 രൂപയ്ക്ക് നമ്മൾ മേടിച്ചേട്ടാ. മെത്തക്കൊഞ്ച്, കട്ടിക്കൊഞ്ച്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇനങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ ഒരു വള്ളത്തിൽ നിന്ന് വല ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അത് പോയി നോക്കിയിട്ട് അത് നല്ല വില കുറച്ചെങ്ങാനും കിട്ടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമമാകും. കാര്യം ഇപ്പം 350 രൂപയ്ക്ക് മേടിച്ചിട്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 200 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ അതൊരു വിഷമമല്ല. അങ്ങനെ കിട്ടത്തൊന്നുമില്ല, എങ്ങനെ ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊരു വിഷമമാകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യാം. നമ്മുടെ കൊഞ്ചെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇനി നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണേ, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടേ കുഴച്ചെടുക്കാം. ഇനി അതിനകത്തോട്ടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് എടുത്ത് ഇട്ടിട്ട് ഈ അരപ്പ് പുരട്ടി വയ്ക്കാം. ഇനി നമുക്കേ ഒരു 10-15 മിനിറ്റ് ഈ അരപ്പെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് പൊരിക്കാം. നമുക്ക് കൊഞ്ച് പൊരിക്കാനുള്ള ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാവേ. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ല വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നല്ല വെന്ത നല്ല കിടിലം മണം കേട്ടാ. നമ്മുടെ കൊഞ്ചെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. നമ്മുടെ ചോറും കൊഞ്ച് പൊരിച്ചതും പിന്നെ മീൻകറിയെല്ലാം ഇതാ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. കഴി എങ്ങനുണ്ട്? തട്ടി വീഴാതില്ല. ഇങ്ങ് വാ നീ ഇങ്ങ് വാ. ഇനി വേണോ?
നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ചുമ്മാ പറയല്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചാണ്, നല്ല കിടിലം കൊഞ്ച്. നല്ല ഉപ്പും എരിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓ മണ്ടേ കയറിയാ. അപ്പോഴേ ഇതേ കണക്കത്തൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്ന കേട്ടോ. അപ്പം ഇതേ കണക്കത്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. അപ്പം മണ്ടേ കയറിയാ, കുറച്ച് വെള്ളം ഇട്. അപ്പോൾ ശരി.